മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവനിത്യം ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. പുതുവത്സരത്തിന്റെ തൊട്ട് മുമ്പ് ഞാൻ വളരെ ജീനിയസും എന്താ പറയാ വളരെ എഫേർട്ട്ഫുള്ളും അല്ലേ എക്സലൻറ്റുമായിട്ടുള്ള കുറച്ച് കുട്ടികളുടെ കൂടെയാണ് ഉള്ളത്. MJ ഹൈസ്കൂൾ NSS അല്ലേ? നിങ്ങളൊക്കെ വളരെ സജീവമായിട്ട് എന്താണ് ഓക്കെ 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 എന്താണ് സ്നേഹദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെ ഓഹോ അപ്പോൾ വളരെ സജീവമാണ് അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ NSSന്റെ ഈ ഒരു ക്യാമ്പിൽ പ്രവർത്തിച്ചിട്ട് എന്താ തോന്നുന്നു? ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും? ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. നമുക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാരുണ്യവും ദയവും ഒക്കെ വളരും അല്ലേ? അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്നറിയോ? സെറട്ടോണിൻ. ഈ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിച്ച എന്തായിരിക്കും മെച്ചം? നിങ്ങൾക്ക് വളരെ ലോങ് ലൈഫ് ഉണ്ടാവും, എന്നും യങ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഈ ടീനേജ് എനർജി എന്ന് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ കാന്തപുരത്തിന്റെ സെന്റർ ഹൃദയഭാഗത്താണ് ഒരു ആഘോഷവേളകളാണ്. നമ്മുടെ MJ ഹൈസ്കൂളിലെ കുട്ടികളെല്ലാവരും ഇവിടെ വന്ന് NSS ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നാട്ടുകാരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിനെ. എന്തോ ഒരു വലിയൊരു ഉത്സവകാലം പോലെയാണ് ഇവിടെ എല്ലാവരും അല്ലേ? തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്യാമ്പുകളൊക്കെ ഈ പ്രദേശത്തേക്ക് ഇനിയും വരണം എന്നാണ് പറയുന്നത്. കലാപരിപാടികളൊക്കെ നമ്മളെ അമ്മ മാത്രമല്ല, നല്ലൊരു ഗായകൻ കൂടിയാണ്. നിങ്ങളെ പഴയ പാട്ട് പഠിക്കും. നിങ്ങൾ പാടിക്കോളൂ, നിങ്ങൾ അല്ല നിങ്ങൾ പാടി ഒരു വരി പാടിയാൽ മതി. ഓക്കെ ഓക്കെ. MGNs ഒക്കെ വളരെ സജീവമാണല്ലേ? അതാണ് ക്യാമ്പിന്റെ ഒരു അന്തരീക്ഷം അല്ലേ? പഠനം എങ്ങനെ എന്താ പറയുക, ഒരു കല്യാണ വീട്ടിൽ ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കുക എന്നാണ് ഇവർ പഠിക്കുന്നതില്ല. അപ്പോൾ വെറും പഠനമല്ല അല്ലേ, കളിച്ചുകൊണ്ടുള്ള പഠനം. എന്ത് പറയുന്ന ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എന്താ തോന്നുന്നത്? ക്ലാസ് റൂമിൽ അപ്പുറത്തുള്ള ഒരു പഠനത്തിന് സാധ്യമാവുന്നില്ലേ ക്യാമ്പുകളിൽ? ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകളാ? ഓഹോ വെരി ഗുഡ്. നോക്കട്ടെ നോക്കട്ടെ. ഓഹോ ഹാൻഡ് വാഷ്, നോ കെമിക്കൽ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. അവസാനം നിങ്ങൾ ഇത് കഴിയുമ്പോഴേക്ക് ഒരു വലിയ എന്റർപ്രീനിയേഴ്സ് ആവുമോ? കാരണം കൊമേഴ്സും സൈക്കോളജിയും രണ്ടും കഴിഞ്ഞാൽ ഇതൊക്കെ ടീച്ചേഴ്സ് ആണല്ലേ? എന്ത് പറയുന്നു? വളരെ ജിതേഷ് സുഖം, എങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടല്ലേ? ഞാൻ 91 വയസ്സ്. ഓ വളരെ വെരി ഗുഡ്. ഇതൊക്കെ കുട്ടികൾ തന്നെ ഇവിടെ പായസമൊക്കെ ഒരുക്കിയിരിക്കുകയാണല്ലോ. അവിടുന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാണ് അടുക്കളയിൽ പ്രവേശിക്കുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം അടുക്കളയിൽ പ്രവേശിച്ചത് എന്താ തോന്നുന്നത്? നല്ല എക്സ്പീരിയൻസ് ആണല്ലേ? ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ? ടൈം അല്ലല്ലേ? അല്ല വീട്ടിൽ നിന്ന് ഉമ്മാനെ സഹായിക്കാറുണ്ട്. ഓക്കെ വെരി ഗുഡ്. ഈ ഒരു സദ്യയുടെ ഡയറക്ടർ തന്നെയാണല്ലേ? എന്ത് പറയുന്നത്? എനിക്ക് നീ ഉണ്ടാക്കിയ സദ്യ മറ്റുള്ളവർ കഴിക്കുമ്പോൾ എന്താ തോന്നുന്നത്? സദ്യ നോക്കി ഇങ്ങനെ രുചിക്കാണോ? അല്ല, നമ്മളെ മോട്ടീവ് എന്ന് വെച്ചാൽ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുക എന്നതാണ്. അതെ, വയറ് മാത്രമല്ല. അപ്പൊ അതിനുവേണ്ടി നമ്മള് സദ്യ ഒരു ദിവസം ഒരാൾക്ക് വേണ്ട കലോറിയിൽ എക്സസ് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിപ്പോ രാത്രി ഒഴിവാക്കുമോ അതോ? ഇല്ല, കലോറി എക്സസൈസ് ഞങ്ങൾ അതിന് വേണ്ടി മോർണിംഗ് അതല്ല മോർണിംഗ് എക്സസൈസ് ചെയ്യണ്ടി കലോറി ബേൺ ചെയ്യൂ. അതിനുവേണ്ടി ഞങ്ങൾ പെർഫെക്റ്റ് എക്സസൈസ് ഒക്കെ പ്ലാൻ ചെയ്തു. ബേൺ ചെയ്യാൻ കലോറി കോൺഷ്യസ് ആണ്. അൺഹെൽത്തി ആയ ഫുഡാണ് ഞങ്ങൾ ഇവിടെ. രുചിയെ സാറ്റിസ്ഫൈഡ് ചെയ്ത് കഴിക്കാൻ നാച്ചുറൽ പ്രൊഡക്ട്സ് വെച്ച് ഉണ്ടാക്കുന്ന ഫുഡാണ്. കളറോ അതൊന്നും ആഡ് ചെയ്യില്ല. വെരി ഗുഡ് വെരി ഗുഡ്. അതിന്റെ ഇതിൽ കോയങ്ങണോൾക്ക് വെള്ളം കുടിക്കാൻ അവിടുത്തെ ഫുഡ് കമ്മിറ്റി നാരങ്ങ വെള്ളമാണ്. വെരി ഗുഡ് വെരി ഗുഡ്. സാരക സർവത്ത്. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഗ്ലാസ് നാരങ്ങ വെള്ളം തരും. എസൻസ് ഇല്ലാത്ത പീഞ്ഞ നാരങ്ങ. അതാ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇവരൊക്കെ ഭാവിയിൽ വലിയ വലിയ റെസ്റ്റോറൻറ്റ് മുതലാളിമാരാവുന്ന തോന്നുന്നു ഇങ്ങനെ പോയാൽ. ഇത് നന്നാറി, ഒറിജിനൽ നന്നാറിയില്ലേ? അതിന്റെ സിറപ്പ് എസെൻസ് ആണ്, അല്ലാണ്ട് സിറപ്പ് യൂസ് ചെയ്തല്ല. എസെൻസ് ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്, ഒറിജിനൽ എസെൻസ്. പക്ഷെ ഇത് ജങ്ക് ഫുഡ് ആണല്ലോ. ജങ്ക് ഫുഡ് ആണ്. കലോറി ഒരുപാട് ചെയ്തിട്ട് ഒരു റിവാർഡ് മധുരം എന്നുള്ള കൊണ്ടുപോകണം. അപ്പൊ വേസ്റ്റ് ആക്കാൻ ഒരു റിവാർഡ് എന്നുള്ള നിലക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഓക്കെ ഗസ്റ്റുകൾ ആരോഗ്യം നശിപ്പിക്കും.
നശിപ്പിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നശിപ്പിക്കലല്ല, ഓരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. വെരി ഗുഡ്. ലഡു കഴിക്കാൻ അല്ല, ഇടയ്ക്കൊരു മധുരമൊക്കെ നല്ലതാണ് അല്ലേ? ഇവിടെ ക്യാമ്പ് കാണാൻ വന്നിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? വലുതാകുമ്പോൾ നിങ്ങൾക്ക് NSS പ്രവർത്തിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? ഏതായാലും നമ്മളെ പിള്ളേരുണ്ടാക്കിയ ഭക്ഷണം അല്ലേ, ഇവരെ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ തന്നെ അല്ലേ കഴിച്ചു നോക്കുകയാണ്. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട്? നമുക്കൊക്കെ ഇത് വിടുമ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? നല്ല രുചി ഉണ്ടാവും എന്നുള്ള വന്നിരിക്കണം. ഇന്ന് രാത്രി നമ്മളെ ഭാഗമാണ് ഇവർക്ക് ഭക്ഷണം ആണല്ലേ? ഓ ഹോ ഹോ, ഗ്രിൽ ചിക്കനൊക്കെ കൊടുക്കാനുള്ള പരിപാടി. ഓ ഗ്രിൽ ചിക്കൻ, ഓ ഹോ, ഓക്കെ ഓക്കെ കേട്ടോ. ഇതാ ഇവനൊക്കെ വളരെ സജീവമായിട്ടില്ലേ വിളമ്പാണ്. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ.